ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങയാണ്. ഉച്ചത്തേക്ക് കറികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുരിങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുരിങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എടുത്ത് പറയാൻ മുരിങ്ങമരമൊക്കെ ഉണ്ട്. അതിങ്ങനെ മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇലകളൊക്കെ നന്നായിട്ട് പുഴുവൊക്കെ തിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ നല്ല മുരിങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് കൊണ്ടുവന്ന് അത് ഉപ്പേരി വെക്കണം, നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചട്ടിയൊക്കെ വെച്ച് സവാളയൊക്കെ വാട്ടി അതൊക്കെ വാടി വന്നപ്പോൾ മുരിങ്ങ അതൊക്കെ ഇട്ട് നല്ലപോലെ വെന്തപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ല അതും അങ്ങോട്ട് വറുത്തെടുത്തു. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡിയാക്കി. ഇന്ന് പിന്നെ മീനൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. കുറച്ച് ഇന്നലെ മീൻ വാങ്ങിയാൽ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എടുത്ത് പുറത്ത് വെച്ച് പിന്നെ അതെടുത്ത് ഉച്ചക്കൊക്കെ എടുത്ത് വറുക്കാണ് ഞാൻ ചെയ്തത്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മോര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ വെട്ടിയിട്ട് അത് ഒഴിച്ച് കഴിക്കാം. എനിക്ക് അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഗൈസ്. പിന്നെ ഫുഡ് കഴിക്കാൻ അത് മാത്രം മതി. അപ്പം അതിലേക്ക് കുറച്ച് ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ അരിഞ്ഞിട്ട് അത് പിന്നെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് പറയുമ്പം കുറച്ച് പച്ചക്കറി മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ അതെടുത്തൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു. അതൊക്കെ എടുത്ത് അതാത് ഇത് സ്ഥാനത്ത് വെച്ചു. പിന്നെ അതാ ഫുഡ് കഴിക്കാനിരുന്നു. ചോറെടുത്തു. പിന്നെ അതാ മുരിങ്ങ ഉപ്പേരി, മത്തി വറുത്തത്, പിന്നെ നമ്മുടെ കുമ്പളങ്ങാക്കറി, പിന്നെ നമ്മൾ സ്വന്തം സ്പെഷ്യൽ ഞാൻ ഉള്ളിയൊക്കെ വെട്ടിയുണ്ടാക്കി നമ്മൾ മോരൊഴിച്ചത്, പിന്നെ നമ്മുടെ മീനും മോരൊഴിച്ചതും ഉപ്പേരിയൊക്കെ കൂടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.